വിവാദങ്ങൾക്കിടെ ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ ഇന്ന് KPCCയുടെ സംസ്കാര സാഹിത്യ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കോ കോൺഗ്രസിലേക്കോ ഇല്ലെന്നാണ് പ്രേംകുമാറിൻ്റെ അവസാന പ്രതികരണം. ഇന്നലെയും നമ്മോട് സംസാരിച്ച പ്രേംകുമാർ എന്നാൽ ഉടൻ കോൺഗ്രസിൽ അംഗത്വം എടുക്കും എന്നാണ് അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് തമ്മിൽ പൊരുത്തപ്പെടില്ല എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നെങ്കിലും ഇവർ പെട്ടെന്ന് അഭിപ്രായ ഇരുമ്പോലൊക്കെ അല്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഈ ഒലക്കയുടെ കഥയുമായി തുടങ്ങൂ. കാര്യം ഇത് ചേരില്ലെന്ന് പുള്ളിയും ചേരുമെന്ന് നമുക്ക് കിട്ടിയ വിവരവും. ഗുഡ് മോർണിംഗ് SKN. ഒരു ആശങ്കയായിട്ട് ആ കാര്യം നിൽക്കുകയാണ്. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു താൻ രാഷ്ട്രീയത്തിലേക്കില്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഇന്ന് അദ്ദേഹം KPCCയുടെ സാംസ്കാരിക സാഹിതിയുടെ ഉത്സവ് എന്ന് പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിവസമായി കോട്ടയത്ത് നടക്കുന്ന, നാമ്പടത്ത് നടക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അത് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ്, കലാകാരന്മാരുടെ പരിപാടിയായതുകൊണ്ടാണ് അതിൽ പങ്കെടുക്കുന്നത് എന്നുള്ളൊരു വിശദീകരണം ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും വന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്, അത് KC വേണുഗോപാലാണ്. അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. കാരണം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സജീവ ചർച്ചയായിട്ട് നിൽക്കുമ്പോൾ ഈ വേദി പങ്കിടുന്നതിലൂടെ കൂടുതൽ കോൺഗ്രസുമായി അടുക്കാനുള്ള ഒരു ശ്രമമാണോ പ്രേംകുമാർ നടത്തുന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയർന്നു വരാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരാൾ അവരുടെ പാളയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു വരികയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള ജില്ലയിൽ ഒരു പ്രമുഖനെ ഇത്തരത്തിലുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിച്ച് അവിടെ വിജയിപ്പിക്കാനായി കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായി തന്നെ അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CPM-മായി വളരെ അകന്ന് പോയിരിക്കുന്നു. ഇപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ആശാവർക്കർമാരുടെ കാര്യത്തിലാണ് ആ തർക്കം തുടങ്ങിയെങ്കിലും അതിനുശേഷമുണ്ടായ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. സർക്കാരുമായും CPM-മായി കൂടുതൽ അകലുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സച്ചിദാനന്ദന് ലഭിച്ച ആ ഒരു ഇതൊന്നും തനിക്ക് ലഭിക്കുന്നില്ല, തന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ വിവേചനം കാട്ടുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അകന്നു പോകാനുള്ള സാധ്യത തന്നെയാണ്. എന്തായാലും ഇന്നത്തെ പരിപാടിക്ക് ശേഷം ഇരു നേതാക്കളും, ഇപ്പോൾ KC വേണുഗോപാലും അതുപോലെ തന്നെ പ്രേംകുമാറും എന്ത് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ കോൺഗ്രസിലേക്ക് അടുക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ഒരു വേദിയിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. നേരത്തെ കലാകാരന്മാരുടെ, അതായത് ഈ അമച്വർ നാടകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവാർഡ് ദാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നതെങ്കിൽ പോലും അത് ഒരു കോൺഗ്രസ് വേദിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്. എന്തായാലും എന്ത് പ്രതികരണമായിരിക്കും പ്രേംകുമാർ ഇന്ന് നടത്തുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും KC വേണുഗോപാലിനൊപ്പം വേദി പങ്കിടുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെയധികം നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.